ഇനിയിപ്പോൾ നമ്മൾ തിരിച്ച് വീട്ടിലെത്തിയാൽ അച്ഛമ്മ വഴക്കു പറയോ മോളു? പിന്നെ ഈ കുന്നും മലയൊക്കെ നടത്തിയതിന്? അച്ഛമ്മ വഴക്കൊന്നും പറയില്ല അച്ഛാ. ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അച്ഛൻ്റെ കൂടെ പോവൂന്ന്. പിന്നെ ഇന്നലെ അച്ഛമ്മ എനിക്കൊരു കഥ പറഞ്ഞു തന്നു. അത് ഒത്തിരി കാലം മുന്നേ നടന്ന കഥയാണത്രേ. അച്ഛമ്മ പറയുന്നത് കേട്ടാല് പകൽ സമയത്ത് പോലും പുറത്തിറങ്ങാൻ പേടിയാകും. ഹും, അച്ഛമ്മ വെറുതെ പറയുന്ന മോളു. നീ അവിടെ ഇവിടെയൊക്കെ നടക്കുന്നതുകൊണ്ടാകും. അല്ലാതെ അല്ല അച്ഛാ, സത്യാണ്. നമ്മുടെ ഇവിടെ എവിടെയോ നടന്ന കഥയാണ്. ഇന്നാ എൻ്റെ മോള് കഥ പറ. അച്ഛന് പേടിയാവുന്നുണ്ടോ എന്ന് നോക്കാലോ. അങ്ങനെ കളിയാക്കണ്ട. ഏതായാലും കഥ ഞാൻ പറഞ്ഞു തരാം. പണ്ട് കാലത്ത് നമ്മുടെ അപ്പൻ്റെ അപ്പൂപ്പന്മാർക്ക് ഒരു മലയുടെ മുകളിൽ നിന്ന് ഒരു വിഗ്രഹത്തിന്റെ അവശിഷ്ടം കണ്ടു അത്രേ. അവരെല്ലാവരും ചേർന്ന് അവിടെ ഒരു അമ്പലം ഉണ്ടാക്കി. മാസത്തിലൊരിക്കൽ പൂജയും വർഷത്തിലൊരിക്കൽ ഉത്സവവും കഴിച്ചു പോന്നിരുന്നു. ഒരിക്കൽ അവർ പരസ്പരം വഴക്കടിച്ച് ആരും അമ്പലം നോക്കാതെയായി. അങ്ങനെ ആ അമ്പലം കാലങ്ങൾക്കൊടുവിൽ പൊട്ടിപ്പൊളിഞ്ഞു നശിച്ചു. ഇതൊക്കെ പൊതുവെ എല്ലായിടത്തും നടക്കുന്നതല്ലേ. ഇതിനൊക്കെ എന്തത്ര പേടിക്കാന്? ഇടയ്ക്ക് കയറി പറയല്ലേ അച്ഛാ, കഥ പറഞ്ഞു തീർന്നില്ലല്ലോ. ഇല്ല, ഞാനൊന്നും പറയുന്നില്ല. കഥയുടെ ബാക്കി പോരട്ടെ. അപ്പോൾ നമ്മളെവിടെയാ പറഞ്ഞു നിർത്തിയത്? ആ അമ്പലം പൊട്ടി പൊളിഞ്ഞു അല്ലേ. അതിനുശേഷം ആ അമ്പലത്തിൽ കാവൽ നിന്നത് ഒരു ഭൂതമാണത്രേ. പൂജയും ഉത്സവം മുടങ്ങിയതോടെ ഭൂതം ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി. അങ്ങനെ ഓരോ വർഷത്തിലും ഉത്സവം നടക്കാതിരിക്കുന്ന ദിവസം അവിടുത്തെ പ്രദേശത്ത് നിന്ന് ഓരോ കുട്ടിയെയും ഭൂതം കൊണ്ടുപോകും. അതിനടയാളമായി ഒരു ചുവന്ന മോളൂ ഇരിക്കേ.